നമ്മളൊരു വറുതിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം എല്ലാ മേഖലകളിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ മറികടന്ന് മുമ്പോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പട്ടാളക്കാരൻ്റെ കഴിവറിയുന്നത് യുദ്ധം വരുമ്പോഴാണ്. അവൻ അവധിക്കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ കഴിവ്, യുദ്ധം ചെയ്യാനുള്ള നൈപുണ്യം തിരിച്ചറിയുക വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്ക് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, സഹനങ്ങൾ ഒക്കെ വരും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും എന്നാണ് തിമോത്തിയോസിനെ പൗലോസിലേക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവൻ്റെ പ്രത്യേകത നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ദുഃഖവെള്ളി കൊണ്ട് നമ്മുടെ ജീവിതം തീരുമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ജീവിതം ഈസ്റ്ററിൻ്റെ ആഹ്ലാദത്തിലാണ്. ദുഃഖവെള്ളികളൊക്കെ കഴിഞ്ഞു പോകും, എല്ലാ ദുഃഖവെള്ളികളും കഴിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്കറിയാം, കുർബാനയിൽ ഏറ്റവും അധികം ആവർത്തിച്ച് വരുന്ന പ്രാർത്ഥന ഏതാ? പ്രാർത്ഥിക്കാം. സീറോ മലബാർ സഭയുടെ കുർബാനയിൽ ഏറ്റവും ആവർത്തിച്ച് വരുന്ന പ്രാർത്ഥന, പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം, പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ബൈബിളിൽ 366 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നൊരു വാക്കാണ് ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. അതുകൊണ്ട് നമ്മളെപ്പോഴും ഭയപ്പെടാൻ നമുക്ക് പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. കാരണം എല്ലാത്തിൻ്റെയും ഉടയവൻ നമ്മളോടൊത്തുണ്ട് എന്നതാണ് സത്യം.